നല്ല അടിപൊളി ടീമാണ് കേട്ടോ. 11 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം നിലവിൽ കൊടുക്കാനുള്ളതാണ്. 1.5 മാസം കഴിഞ്ഞ 1.5 മാസം ഏകദേശം ആയ കുഞ്ഞുങ്ങളാണ്. അതിലെ ഈ അമ്മക്കോഴിക്ക് അവിടെ ഇരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഈ വീഡിയോ ശരിക്കും കണ്ടു നോക്കിയാൽ അറിയാം കുഞ്ഞുങ്ങൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എല്ലാ ഭാഗമായിട്ടും കാണിക്കുന്നുണ്ട്. നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. 11 എണ്ണം ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വിളിക്കുക. എപ്പോഴും വിളിച്ചാൽ കിട്ടില്ല, അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. പിന്നെ പറഞ്ഞാൽ അതൊരു ബാച്ചിൽ വിരിനെ കുഞ്ഞുങ്ങൾ അങ്ങനെ മൊത്തത്തിലാണ് കൊടുക്കട്ടോ. ഇനി 2 എണ്ണം വേണം 3 എണ്ണം വേണമെന്ന് പറഞ്ഞാൽ ആരും വിളിക്കല്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ലോങ്ങുകൾക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഡെലിവറി ചാർജ് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അത് പ്രശ്നമാവും. കുറച്ചൊന്നും ആരും എടുക്കില്ല. കൂടുതലും 20 കുഞ്ഞുങ്ങളൊക്കെയാണ് ഡെലിവറി ചെയ്യുമ്പോൾ ചോദിക്കുന്നത്. മിനിമം 10 എന്തായാലും വേണ്ടി വരും. അപ്പോൾ എന്താ വെച്ചാൽ ഈ 11 3 4 അതോ ഈ വേണ്ടിയവർക്ക് അങ്ങനെ വേണ്ടി വരിക വെച്ചാൽ നല്ല നോക്കിയാണ്ട് പുള്ളിയോ അങ്ങനത്തെ ഒക്കെ ആവും വേണ്ടി വരിക. അപ്പോൾ ഇതിൽ അമ്മക്കോയിൻ്റെ മാരത്തെ ഉറപ്പ് പറയാൻ പറ്റില്ല. അതിൽ കൂടുതലും ലൈനേജിൽ പുള്ളി അങ്ങനത്തെ ഒക്കെയാണ് വരുന്നത്. അമ്മക്കോയിൻ്റെ അതേ ലുക്കിലുള്ള ചിലപ്പോൾ ഉണ്ടായും വരും. ഉണ്ടല്ല അതിൽ ചാരയിൽ ചെറിയ ചാര ടച്ച് വരുന്ന ഐറ്റംസ് അങ്ങനത്തെ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാം നല്ല വെറൈറ്റി കളറുകളാണ്. വളർന്നു കഴിഞ്ഞാൽ 7 കളറിൻ്റെ ഒന്ന് 7 കളറാകാൻ സാധ്യത ഉണ്ട്. പിന്നെ പുള്ളിയുണ്ട്, ലൈനേജിൽ പുള്ളി വരുന്നത് ചെറിയ വെള്ള കളർ ഇങ്ങനെ അതിന്മേൽ കയറി വരുന്നത് കാണുന്നൊക്കെ നല്ല അടിപൊളി പുള്ളിയായി വരും. കുറേ ആൾക്കാർ നമ്മൾ അതിനെ കൊടുക്കുക വെച്ച് വിളിക്കലുണ്ട്. ആ ഐറ്റംസിൽ പെട്ട പുള്ളിയായിട്ടാണ് വരിക. അതൊക്കെ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതിൻ്റെ മുട്ട വെച്ച് വിരിച്ചാണ് കേട്ടോ. നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ്. വേണമെങ്കിൽ വിളിക്കുക. സ്ഥലം വരുന്നത് കോഴിക്കോട് മലപ്പുറം ബോർഡർ രാമനാട്ടുകരയാണ്. 1.5 മാസമായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളിയാണ്. അപ്പോൾ വീട്ടിലൊക്കെ വളർത്താനുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ വെറൈറ്റി കളറുകളിൽ വളർത്തണം എന്ന് ഉദ്ദേശമുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു ടീമാണിത്. അമ്മക്കോഴി ഉണ്ടാവില്ല, കുഞ്ഞുങ്ങൾ മാത്രമാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളി. ഹൈവേ ഡെലിവറി ചെയ്ത് തരും. 300 രൂപ എക്സ്ട്രാ ചാർജ് വരും. തിരുവനന്തപുരം ടു കാസർഗോഡ്. പിന്നെ ലാസ്റ്റിലേക്ക് തിരുവനന്തപുരം ആയാലും കാസർഗോഡ് ആയാലും ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെതായ ടൈം വരുന്നുണ്ട്, വൈകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ എടുക്കാൻ പറ്റുമല്ലോ വിളിക്കുക. പിന്നെ അമ്മക്കോയിനെ തരുമെന്നാരും ചോദിക്കലില്ല കേട്ടോ. അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ നമ്മളെ അടുത്തുള്ള കോഴിയാണ്. അപ്പോൾ ഇതിന് കൊടുക്കണില്ല. ഇത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ വെള്ളം കയറലൊക്കെ ആയി, അതും പ്രശ്നം വന്ന് മഴയൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഇത്ര വൈകിയതല്ല. ഇത്ര ടൈം വരെ ഒന്നും നമ്മൾ അമ്മക്കോയിനെ കൂടെ ഇട്ട് കൊടുക്കലില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നമ്മളൊരു 10-20 ദിവസമൊക്കെ നിർത്തുകയാണെങ്കിൽ, 1 മാസം വരെ നിർത്തണ 20-25 ദിവസമൊക്കെ വരെ കോയിനിട്ട് കൊടുക്കുള്ളൂ കൂടെ. അപ്പോൾ ഈ ഒരു സാഹചര്യം പല പ്രശ്നങ്ങളും വന്നുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. അപ്പോൾ വിചാരിച്ചുകൊണ്ട് ചെറിയ കുട്ടികളാണെന്ന് വിചാരിക്കേണ്ട. അറിയുന്നവർക്ക് നോക്കിയാൽ മനസ്സിലാവും 1.5 മാസമായിന്. പിന്നെ നമ്മൾ ഓപ്പണായിട്ട് അയച്ചിട്ട് കണ്ട് ഇവിടെ നിർത്തണ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ചിലപ്പോൾ ഇതേമാതിരി ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ 1.5-2 മാസം വരെയൊക്കെ കോഴി നോക്കും കേട്ടോ. കണ്ടില്ല, അതൊക്കെ കണ്ടു നോക്കി തനി നാടനാണെന്നൊക്കെ ചോദിക്കുന്നവർ ഇത് കണ്ടാൽ മതി. ഒക്കെ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ്. ഇല്ല, എല്ലാവരും മണ്ണിൽ കുളിയിലാണ്. അമ്മൻ്റെ കൂടെ അമ്മ എണീറ്റ് പോണ കൂട്ടത്തിൽ അങ്ങനെ പോണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്തോളി. ഇതുപോലുള്ള നല്ല നല്ല ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലും കുറഞ്ഞ ഐറ്റംസ് വരാണ്ട്. 1 ആഴ്ച 2 ആഴ്ചൻ്റെ അടുത്തായിട്ട് കൂടുതൽ ഇറങ്ങാണ്ട്. 1 മാസമായ കുഞ്ഞുങ്ങൾ അത് സാധാ ലെവലിലുള്ളതാണ് വരിക. എല്ലാ കളറും വരും. ഇത് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ഐറ്റംസാണ് വരിക. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോളി. ആവശ്യക്കാരുണ്ടെങ്കിൽ. കുറച്ച് ആൾക്കാരൊക്കെ ബുക്കിംഗ് ആയിന്. അതിനനുസരിച്ചൊരു 50-60 പീസ് ഉണ്ടാവും ഇറങ്ങാനുള്ളത്. ഇതിൽ അടിപൊളി ലൈനേജാണ് ഇത് വരിക. വളർന്നു കഴിഞ്ഞാൽ സിൽവർ ലൈനിൽ വരുന്നത് ഒക്കെ തനി നാടനാണ് കേട്ടോ. എല്ലാവരും അവിടെ ഇരിക്കണുണ്ടാവുക. വളർന്നു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഇരിക്കും. പിന്നെ എന്ന് പറയാനുള്ളത് ഇതൊരു ബാച്ച് മൊത്തത്തിലാണ് കൊടുക്കുക. അതിൽ തിരുമറി പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതിൽ പൂവനും പടി എല്ലാം മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഭാഗ്യം പോലെയാണ് ഇരിക്കുക. പിന്നെ ഇനി പൂവനാണെങ്കിൽ ശരി, നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഉണ്ടാവുക. ഇപ്പോൾ ഈ വൈറ്റ് കണ്ടില്ല, ലൈനേജിൽ വൈറ്റ് കയറി വരുന്നത് ഒക്കെ നല്ല അടിപൊളി പുള്ളിയാണ് വരിക. ലൈനേജിൽ പുള്ളി വരുന്നത് നമ്മളെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ചില വൈറ്റ് പുള്ളി വരുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാത്ത പുള്ളി നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനത്തെ പുള്ളിയാണ് അത് വരിക. അത് 3-4 എണ്ണം അതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വൈറ്റിൽ ചാര കയറി വരുന്നുണ്ട്. അതുപോലുള്ളതൊക്കെയാണ് നമ്മൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജാണെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ.